ഇനി ഒരല്പം ഡാൻസ് ഉണ്ടായാലോ. ഞങ്ങൾ നിതിൻ്റെ ബർത്ത്ഡേക്ക് അവരുടെ വീട്ടിൽ കൂടിയതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത്. ശാന്തമീ രാത്രിയിൽ ആ പാട്ടിൻ്റെ ഒരു ചെറിയ റീലൊക്കെ ചെയ്ത് നോക്കിയാലോ എന്ന് ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഞങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല. എന്നാലും ചെറിയൊരു മെമ്മറിക്ക് ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് ഒരു 12 മണി വരെ ഞങ്ങൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് കണ്ടില്ലേ. ഈ ടൈമിലും നമ്മൾ നേരം വെളുത്തിരിക്കുകയാണ്. കാരണം ഇരുട്ടാവാനിപ്പോൾ ടൈം എടുക്കുന്നുണ്ട്. 9 മണി എന്തായാലും കഴിയും ഇരുട്ടാവാനായിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടണ ഈ ഒരു ടൈം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് മാക്സിമം എൻജോയ് ചെയ്യാനാണ് കേട്ടോ നോക്കാറ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്കുവിൻ്റെ ചെറിയൊരു റപ്പാക്കൊക്കെ ഉണ്ടായിരുന്നു. ഇക്കു നമ്മുടെ എൻ്റർടൈനർ കം സ്ട്രെസ് ബൂസ്റ്ററാണ് കേട്ടോ. പിന്നെ പൂജനെ കുറിച്ച് പറയാതെ വയ്യ. അവൾ ആദ്യമായിട്ടാണ് വെജ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ഒരിച്ചിരി എരിവ് കൂടുതലായിരുന്നു. പക്ഷേ എന്നാലും ആ ഒരു ഹാർഡ് വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. പിന്നെ ആസ് ഓൾവേസ് ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവളൊരു 1 അവറെങ്കിലും എടുത്തിട്ടാണ് സവാള വഴറ്റണത്. പക്ഷെ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സോ നിതിനെ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു കേട്ടോ.